Good morning everyone. Today we are discussing the fifth module of Fluid Mechanics 2. In this fifth module we are studying gradually varied flow. First of all we will derive the dynamic equation for gradually varied flow. പിന്നെ നമ്മൾ ഈ ഡൈനാമിക് ഇക്വേഷൻ്റെ പല ഫോംസ് ഡെറൈവ് ചെയ്തെടുക്കും. അതായത് ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡൈനാമിക് ഇക്വേഷനെ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു 2-3 ടൈപ്പിൽ നമുക്കിതിനെ ഡെറൈവ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് അപ്രോക്സിമേഷൻ ഓഫ് ദിസ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ. അതായത് ഒരു വൈഡ് റെക്ടാങ്കുലർ ചാനലിൽ ഈ ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാക്ക് വാട്ടർ കർവിനെ കുറിച്ചും ഡ്രോ ഡൗൺ കർവിനെ കുറിച്ചും പഠിക്കും. അതിൽ ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ് ഡെറൈവ് ചെയ്യാനും പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൻ്റെ പാർട്ട് 1 പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 നമ്മൾ സർഫസ് പ്രൊഫൈൽസിനെ ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് ഡിഫറൻറ്റ് സർഫസ് പ്രൊഫൈൽസ് വരക്കാൻ പഠിക്കും. പിന്നെ ഒരു പാർട്ട് 3 അതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ 5 പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പാർട്ട് 1. What is gradually varied flow? So before that let's remember some points that you have studied in the 4th module, and let's start with uniform flow. അപ്പോൾ യൂണിഫോം ഫ്ലോ എന്താണെന്ന് നമുക്കറിയാം. ഹിയർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് the flow parameters, just like the depth of flow, velocity of flow, discharge of flow, etc., are constant at every point for a given time. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അതായത് നമ്മളിപ്പോൾ ഫ്ലോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനൽ ബോട്ടം, ഇത് നമ്മുടെ വാട്ടർ സർഫസ്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് എ ഗിവൺ ടൈം നമ്മൾ ഏത് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഫ്ലോ പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് എച്ച് ഹൈറ്റ് വിൽ ബി സെയിം, അതുപോലെ വെലോസിറ്റി ഏത് പോയിൻ്റ് എടുത്താലും വെലോസിറ്റി വിൽ ബി സെയിം, ഡിസ്ചാർജ് വിൽ ബി സെയിം. അതാണ് യൂണിഫോം ഫ്ലോയുടെ കണ്ടീഷൻ. ഇത് നമ്മൾ 4th മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ എഴുതാം: ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0, അതുപോലെ ഡോ എച്ച് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0, അതുപോലെ വേണമെങ്കിൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0, ഇങ്ങനെയെല്ലാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് യൂണിഫോം ഫ്ലോയുടെ കണ്ടീഷൻ. ഇനി നമ്മൾ മറ്റൊരു ടൈപ്പ് ഫ്ലോ ആണ് നോൺ യൂണിഫോം ഫ്ലോ അല്ലെങ്കിൽ വേരിയിങ് ഫ്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഫ്ലോ പാരാമീറ്റേഴ്സ് ആർ വേരിയിങ് അറ്റ് ഡിഫറൻറ്റ് പോയിൻറ്റ്സ് ഓവർ എ ഗിവൺ ടൈം എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ചാനൽ ബോട്ടം, ഇത് നമ്മുടെ വാട്ടർ സർഫസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻറ്റ് സെക്ഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് സെക്ഷൻസിൽ ഡിഫറൻറ്റ് ഫ്ലോ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ H1 ആണെങ്കിൽ ഇവിടെ H2 ആയിരിക്കും ഡെപ്ത്ത്. ഇവിടുത്തെ വെലോസിറ്റി V1 ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ചിലപ്പം V2 ആയിരിക്കും. അങ്ങനെ ഫ്ലോ നമുക്ക് വേരി ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോനെ പറയുന്ന പേരാണ് നോൺ യൂണിഫോം ഫ്ലോ. അല്ലേ? അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡോ വി ബൈ ഡോ എക്സ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0, അല്ലേ? അതുപോലെ ഡോ എച്ച് ബൈ ഡോ എക്സ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ നോൺ യൂണിഫോം ഫ്ലോ തന്നെ 2 ടൈപ്പ് ഉണ്ട്: റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ ആൻഡ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അപ്പോൾ അതിൽ നമ്മൾ റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി 4th മോഡ്യൂളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ചാനൽ ബോട്ടം ആണെങ്കിൽ നമുക്ക് ശരിക്കും യൂണിഫോം ഫ്ലോയിൽ വാട്ടർ സർഫസ് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഓവർ എ ഷോർട്ട് ലെങ്ത് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ചസ് റാപ്പിഡ്ലി, അല്ലെങ്കിൽ ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ചസ് ആബ്രപ്റ്റ്ലി, അല്ലെങ്കിൽ സഡൻലി. നമ്മളിത് ഹൈഡ്രോളിക് ജമ്പിൽ കണ്ടതാണ്, അല്ലേ? അതായത് നമ്മൾ ഫോർ എ ഗിവൺ ഷോർട്ട് ലെങ്ത് എക്സ്, അല്ലേ? ഫോർ എ ഗിവൺ ഷോർട്ട് ലെങ്ത് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ജസ്റ്റ് ലൈക്ക് ദ ഫ്ലോ ഡെപ്ത്ത്, അല്ലേ? ഫ്ലോ ഡെപ്ത്ത് ചേഞ്ച് ചെയ്തു. അതുപോലെ ഇപ്പോൾ ഇത് H1 ആണെങ്കിൽ ഇത് H2, അതുപോലെ വെലോസിറ്റി ഇവിടെ V1 ആണ് വെലോസിറ്റി എങ്കിൽ ഇവിടെ V2 ആണ് വെലോസിറ്റി. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ ലെങ്ത്തിനകത്ത് സംഭവിക്കുന്ന ആബ്രപ്റ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ RVF, അല്ലേ? ഇനി നമുക്ക്
ഇതിനെക്കുറിച്ച് നമ്മൾ ഫോർത്ത് മോഡ്യൂൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, അതുപോലെ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, എനർജി ഡിസിപ്പിറ്റേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ യൂണിഫോം ഫ്ലോ, നമ്മൾ വീണ്ടും യൂണിഫോം ഫ്ലോയിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി ഡിസ്ചാർജൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെങ്ങനെയാണ് ചെയ്യുക? യൂണിഫോം ഫ്ലോ ഫോർമുലാസ് അപ്ലൈ ചെയ്യും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചെസീസ് ഫോർമുല V=C√mi, അല്ലെങ്കിൽ മാനിങ്സ് ഫോർമുല V=1/n × m⁻²/3 I⁻²1/2 അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വെലോസിറ്റി ഡിസ്ചാർജൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ യൂണിഫോം ഫ്ലോ. പക്ഷേ നമ്മൾ റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോയിലേക്ക് വരുമ്പോൾ നമുക്കൊരിക്കലും ഈ പറഞ്ഞ ചെസീസ് ഫോർമുല, മാനിങ്സ് ഫോർമുല ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. അവിടെ നമ്മൾ വെലോസിറ്റി ഡിസ്ചാർജൊക്കെ കണ്ടുപിടിച്ചത് ഫ്രൂട്ട് നമ്പറൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തത്, നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോയും യൂണിഫോം ഫ്ലോയും. ഇവിടെ നമുക്ക് യൂണിഫോം ഫ്ലോ ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് പറ്റില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയിങ് ഫ്ലോയിലേക്ക് കിടക്കാം. അതാണ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. GVF എന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഇൻ ദിസ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു ദ യൂണിഫോം ഫ്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ചാനൽ ബോട്ടെങ്കിൽ ശരിക്കും യൂണിഫോം ഫ്ലോയിൽ വാട്ടർ സർഫസ് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ദ വാട്ടർ സർഫസ് ഗ്രാജുവലി ചേഞ്ചസ് ഓവർ എ ലോങ് ലെങ്ത്, അതായത് ഓവർ എ ലോങ് ലെങ്ത് എക്സ് നമ്മുടെ വാട്ടർ സർഫസ് എന്ത് ചെയ്യും? സ്ലോലി ചേഞ്ച് ചെയ്യും. കണ്ടില്ല, ഒന്നുകിൽ സ്ലോലി ഇത് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലോലി ഫാൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഓവർ എ ലോങ് ലെങ്ത് ഇഫ് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ചസ് ദെൻ വി ക്യാൻ കോൾ ദാറ്റ് ഫ്ലോ ഈസ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഫ്ലോനെ കുറിച്ചാണ് നമ്മൾ 5th മോഡ്യൂൾ പഠിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഈ 5th മോഡ്യൂളിനെ കുറിച്ച് 4th മോഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ അതിൽ ചില ടേംസ് കൂടെ നിങ്ങൾ ഓർമ്മിക്കുക, അതും നമുക്കിതിൽ ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് കൺവെയൻസ്, അതുപോലെ സെക്ഷൻ ഫാക്ടർ, ഇങ്ങനെയുള്ള ചില ടേംസ് കൂടെ ഇതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കൺവെയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൺവെയൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻ എ ഫ്ലോ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺവെയൻസിനെ K എന്നാണ് നമ്മൾ വിളിച്ചത് അല്ലേ. K=AC√m, where A is the area, C is Chassis constant and M is hydraulic radius. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെക്ഷൻ ഫാക്ടർ ഇതും പഠിച്ചതാണ്. ഇതിന് നമ്മൾ Z എന്നാണ് എഴുതിയത്, =AQ/T അല്ല. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സെക്ഷൻ ഫാക്ടർ ഈസ് പ്യൂർലി എ ജോമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ദ ചാനൽ ക്രോസ് സെക്ഷൻ. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ചാനൽ ഷേപ്പ്, സൈസ് എക്സെട്ര അല്ലേ. അതായത് ഇവിടെ A³ എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ചാനലാണ്, T എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. അപ്പോൾ അത് ഒരു പ്യൂർലി ജോമെട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ 5ലേക്ക് കടക്കാം. So here we are starting with the derivation of dynamic equation. Dynamic equation for gradually varying flow. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു ഗ്രാജുവലി വേരിയിങ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചാനൽ ബോട്ടം, ഇത് നമ്മുടെ വാട്ടർ സർഫസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡാറ്റം ക്രിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്റ്റ് ടു ദാറ്റ് ഡാറ്റം നമുക്കിതിൻ്റെ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഡാറ്റത്തിൽ നിന്ന് ചാനൽ ബോട്ടമിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിന് നമുക്ക് Z എന്ന് വിളിക്കാം. ഇതാണ് ഇതിൻ്റെ ഡാറ്റം ഹെഡ് അല്ലേ, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഡ്യൂ ടു ഡാറ്റം. ഇനി നമുക്ക് വാട്ടർ സർഫസിൻ്റെ ഹൈറ്റ്, ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഹെഡ്. അതുപോലെ
ഇതിൻ്റെ വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഹെഡ് അറ്റ് എ പോയിന്റ് വിൽ ബി ഈക്വൽ ടു v²/2g അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ, വേർ v ഈസ് ദ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പിനെ നമുക്ക് ഐ ബി എന്ന് വിളിക്കാം. ഐ ബി റെപ്രസെൻറ്റ്സ് ദ ബോട്ടം സ്ലോപ്പ്. അപ്പോൾ ഐ ബി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ലൈന് താഴത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണ്. അതുകൊണ്ട് നമുക്കിതിന് ഒരു മൈനസ് സൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എനർജി ലൈൻ പ്ലോട്ട് ചെയ്യാം. നമ്മളിത് ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട് 4th മോഡ്യൂളിൽ. അപ്പോൾ ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എടുത്തിട്ട് അവിടുത്തെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതവിടെ മാർക്ക് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന എല്ലാ പോയിൻറ്റ്സും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി ലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ ഡാറ്റം ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ലൈൻ ഇവിടെ കിട്ടും അല്ലേ. അപ്പോൾ അതിങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. അപ്പോൾ നമുക്ക് കൊടുത്ത ടോട്ടൽ എനർജി ലൈൻ ഇങ്ങനെ പോകും. ടോട്ടൽ എനർജി ലൈൻ ഇത് നമ്മുടെ വാട്ടർ സർഫസ് അല്ലേ. ഇനി നമുക്ക് ഈ ടോട്ടൽ എനർജി ലൈനിൻ്റെ സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഇതിന് നമുക്ക് ഐ ഇ എന്ന് വിളിക്കാം, എനർജി ലൈൻ സ്ലോപ്പ്. അപ്പോൾ ഇതും നെഗറ്റീവ് സ്ലോപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനൊരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഹൈറ്റ് വേരി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു ഗ്രാജുവലി വേരിയിങ് ഫ്ലോ ആണ്. പക്ഷേ ഹൈറ്റ് വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതായത് ഹൈറ്റ് കുറയുകയാണോ ചെയ്യുന്നത്, കൂടുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഹൈറ്റ് വേരിയേഷൻ എങ്ങനെയാണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഓവർ എ ഗിവൺ ലെങ്ത് എക്സ് അല്ലേ, ഓവർ എ ലോങ് ലെങ്ത് എക്സ് വി ഷുഡ് കാൽക്കുലേറ്റ് ദ വേരിയേഷൻ ഓഫ് ഹൈറ്റ്. അതായത് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എക്സ്, വേരിയേഷൻ ഓഫ് ഡെപ്ത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡി എച്ച് ബൈ ഡി എക്സ് എന്താണെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഡൈനാമിക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അറിയാം. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ദ ഡാറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്. ഇതാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷനിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഡാറ്റം ഹെഡും പ്രഷർ ഹെഡും വെലോസിറ്റി ഹെഡും അത് നമുക്ക് ഫിഗറിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും അല്ല. ഡാറ്റം ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഡി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ഡി എച്ച് ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡി എച്ച് ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡി എച്ച് ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ഡി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ വിൽ ബി ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എക്സ് പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് v²/2g ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ടേംസും എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡെറൈവ് ചെയ്യാം. ആദ്യം ഡി ബൈ ഡി എക്സ്. ഇവിടെ ഡി ബൈ ഡി എക്സ് എന്താണെന്ന് സത്യത്തിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണല്ലോ. നമ്മളിത് ബേസിക്കലി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എ സ്മോൾ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി, അതുപോലെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എ സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്മോൾ വേരിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും. അതുപോലെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെറിയ പോർഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടാൻ ഐ ഇ ആയിരിക്കും അല്ലേ. അപ്പോൾ ടാൻ മൈനസ് ഐ ഇ അല്ലേ. അപ്പോൾ ഐ ഇ ഒരു ചെറിയ ആംഗിൾ ആയതുകൊണ്ട് ടാൻ മൈനസ് ഐ ക്യാൻ ബി ടേക്കൺ ആസ് മൈനസ് ഐ ഇ. മനസ്സിലായല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡി ബൈ ഡി എക്സ് അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും, മൈനസ് ഐ ഇ ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡി സെഡ് ബൈ ഡി എക്സും കണ്ടുപിടിക്കാം. ഡി സെഡ് ബൈ ഡി എക്സ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ ഇസെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് അല്ലേ. ഇവിടെ നമ്മൾ ഡെൽറ്റ ഇസെഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം ഡെൽറ്റ ഇസെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്മോൾ ലെങ്ത്ത്, എക്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഒരു
സ്മോൾ പാർട്ട് ഡെൽറ്റ എക്സ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ഇസഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടാൻ ഐ ബി ആയിരിക്കും, ടാൻ മൈനസ് ഐ ബി അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്ത് അതുപോലെ ടാൻ ഓഫ് മൈനസ് ഐ ബി ഈക്വൽ ടു മൈനസ് ഐ ബി സിൻസ് ഐ ബി ഈസ് വെരി സ്മോൾ. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതിനെ നമുക്ക് മൈനസ് ഐ ബി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഡി ബൈ ഡി എക്സും ഡി സെഡ് ബൈ ഡി എക്സും കിട്ടി. ഇനി ഡി എച്ച് ബൈ ഡി എക്സ് അതുപോലെ തന്നെ വെക്കാം. ഇനി നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g വരാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വി സ്ക്വയർ ബൈ 2g എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് എ സ്ക്വയറിനെ ബി സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. വേർ ബി ഇസ് ദ ബ്രെഡ്ത്ത്, എച്ച് ഇസ് ദ ഡെപ്ത്ത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് വി സ്ക്വയർ ബൈ 2g അങ്ങനെ എഴുതാം, ക്യൂ സ്ക്വയർ ബൈ 2g ഇൻറ്റു ബി സ്ക്വയർ എച്ച് സ്ക്വയർ എഴുതാമല്ലോ. ഇനി നമുക്കിതിൻ്റെ ഡി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് അതെന്ത് കിട്ടും? നമുക്കിവിടെ ക്യൂ 2g ബി ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഡി ബൈ ഡി എക്സിൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ബൈ 2g ബി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എച്ച് സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എച്ച് സ്ക്വയർ എന്തായിരിക്കും? മൈനസ് 2 ബൈ എച്ച് ക്യൂബ് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എഴുതാം, ക്യൂ സ്ക്വയർ ബൈ 2g ബി സ്ക്വയർ ഇൻറ്റു മൈനസ് 2 ബൈ എച്ച് ക്യൂബ് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ 2 ഇൻറ്റും കട്ടായി പോകും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും? മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു എച്ച് ക്യൂബ് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ്. ഇവിടെ നമുക്ക് ബി സ്ക്വയർ എച്ച് സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ആസ് എ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ആവും? മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ജി എച്ച് ഡി എച്ച് ബൈ ഡി എക്സ് എന്നാവും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എച്ച് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി അല്ലേ. ഡി ബൈ ഡി എക്സ് കിട്ടി, ഡി സെഡ് ബൈ ഡി എക്സ് കിട്ടി, അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g കിട്ടി. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എക്സ് പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ക്യാൻ ബി റിട്ടൺ as മൈനസ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബി പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ് മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച് ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് അതെ. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കിട്ടും ഐ ബി മൈനസ് ഐ ഇ വിൽ ബി ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ ഡി എച്ച് ബൈ ഡി എക്സ് കോമൺ ആണ്, അതുകൊണ്ട് നമുക്കതിനെ പുറത്തെടുക്കാം. 1 മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച് എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിനെ ഇതിൽ ഡി എച്ച് ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡി എച്ച് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഐ ബി മൈനസ് ഐ ഇ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ ഡയനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിയിങ് ഫ്ലോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് 8 മാർക്കിന് ചോദിക്കും. അതുപോലെ ഇതിൻ്റെ അസംഷൻസും ഉണ്ട്. അസംഷൻസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അസംഷൻസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് ഇതാ ദ ചാനൽ ബെഡ് സ്ലോപ്പ് ഈസ് വെരി സ്മോൾ. ഇതെല്ലാം നമ്മൾ യൂണിഫോം ഫ്ലോയുടെ സെയിം അസംഷൻസ് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ചാൽ അതിൽ ഇതും കൊണ്ടുപോയി എഴുതാം. ഇനി ഫ്ലോ ഇസ് സ്റ്റഡി, അതുകൊണ്ട് ഡിസ്ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിസ്ചാർജ് ക്യൂ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ് നമ്മളത് ഡി ബൈ ഡി എക്സ് നിന്ന് പുറത്തെടുത്തത്. പിന്നെ നമ്മൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക്, അതുപോലെ ആക്സലറേഷൻ എഫക്റ്റ് ഈസ് നെഗ്ലിജിബിൾ. പിന്നെ നമുക്കിവിടെ ചെസിസ് ഫോമിൽ മാനിങ്സ് ഫോമിലെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ നമ്മൾ ചാനൽ ഈസ് പ്രിസ്മാറ്റിക്, ദാറ്റ് മീൻസ് ദ ചാനൽ ക്രോസ് സെക്ഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസും ഡെറിവേഷനും എഴുതി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ചില കണ്ടീഷൻസ് പഠിക്കാം. ഇപ്പോൾ ഇവിടെ dH/dx ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ IB ഈക്വൽ ടു IE ആയിരിക്കും അല്ലേ? ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ IBയും IEയും സെയിം ആയിരിക്കും. അതായത് ചാനൽ ബോട്ടം സ്ലോപ്പും എനർജി ലൈൻ സ്ലോപ്പും സെയിം ആയിരിക്കും. അതുപോലെ dH/dx 0 ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ആ ഫ്ലോ എന്തായിരിക്കും? യൂണിഫോം ഫ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? when the dH/dx value is 0 it represents യൂണിഫോം ഫ്ലോ. ഇനി നമുക്ക് dH/dx ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ IB കൂടുതലും IE കുറവായിരിക്കും, അല്ലെങ്കിൽ dH/dx പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴുള്ള കണ്ടീഷൻ എങ്ങനെ ആയിരിക്കും? നമ്മൾ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? എ ഗ്രാജുവൽ ഇൻക്രീസ് വിൽ ബി ദർ ഇൻ ദ ഹൈറ്റ്. ഇത് യൂണിഫോം ഫ്ലോ ആണെങ്കിൽ when dH/dx is greater than 0 the height will gradually increase അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ടെന്ന് നോക്കാം, എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളത്തിന് ഇങ്ങനെ പോകാൻ പറ്റില്ല. അത് വളരെ ഗ്രാജുവലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു റൈസ് കാണിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് വരിക? ഈ പറഞ്ഞ dH/dx ഗ്രേറ്റർ ദാൻ 0 ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് IB ഗ്രേറ്റർ ദാൻ IE ആയിരിക്കും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിലുള്ള ചാനലിൻ്റെ ടോപ്പ് സർഫസിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് വാട്ടർ കർവ്. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ എടുക്കാം. dH/dx ലെസ് ദാൻ 0 അല്ലെങ്കിൽ dH/dx നെഗറ്റീവ്. ഇങ്ങനെയുള്ള കേസിൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. അതായത് ഇത് നമ്മുടെ ചാനൽ ബോട്ടം ആണെങ്കിൽ ഇവിടെ യൂണിഫോം ഫ്ലോയിൽ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ dH/dx ലെസ് ദാൻ 0 ആണെങ്കിൽ ഹൈറ്റ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരും അല്ലേ? അതായത് ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ എത്തുമ്പോൾ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് IB വിൽ ബി ലെസ് ദാൻ IE ആയിരിക്കും, അല്ലെങ്കിൽ dH/dx നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോ ഡൗൺ കർവ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും എക്സാമ്പിൾസ് ഓഫ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ ഗ്രാജുവലി വേരിയിങ് ഫ്ലോയിൽ ചെസീസ് ഇക്വേഷനും മാനിങ്സ് ഇക്വേഷനും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചെറിയൊരു കറക്ഷൻ വരുത്താനുണ്ട്. ഇപ്പോൾ V = C√mi എന്നാണ് നമ്മൾ യൂണിഫോം ഫ്ലോയിലുള്ള ചെസീസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ അവിടെ യൂണിഫോം ഫ്ലോയിൻ്റെ കേസിൽ ഈ I എന്ന് പറയുന്നത് ചാനൽ ബോട്ടം സ്ലോപ്പാണ്. നമ്മൾ അത് വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോട്ടം സ്ലോപ്പ് വന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറയും, അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഗ്രാജുവലി വേരിയിങ് ഫ്ലോ ദിസ് I ഈസ് നോട്ട് ദ ചാനൽ ബോട്ടം സ്ലോപ്പ് ബട്ട് ഇറ്റ് ഇസ് ദ എനർജി ലൈൻ സ്ലോപ്പ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഗ്രാജുവലി വേരിയിങ് ഫ്ലോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിഫോം ഫ്ലോ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്ലോപ്പ് എടുക്കേണ്ടത് ചാനൽ ബോട്ടം സ്ലോപ്പല്ല, മറിച്ച് എനർജി ലൈൻ സ്ലോപ്പാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയനാമിക് ഇക്വേഷൻ്റെ ബേസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഈ പറഞ്ഞ ബാക്ക് വാട്ടർ കർവിൻ്റെ ലെങ്ത്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡയനാമിക് ഇക്വേഷൻ്റെ ഡിഫറൻറ്റ് കണ്ടീഷൻസ് പഠിക്കാം. അതായത് ഡിഫറൻറ്റ് സിറ്റുവേഷൻസിൽ ഡയനാമിക് ഇക്വേഷൻ എങ്ങനെ വരും, അതിനെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്.